എല്ലാവർക്കും നമസ്കാരം. പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ബ്രാഹ്മിൻസിൻ്റെ ട്രഡീഷണൽ ആയ ഒരു ഉണ്ടക്കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായി ഒരു 30 ഗ്രാം പീസ് പരിപ്പ് എടുത്തു വച്ചിട്ടുണ്ട്. ഇത് 1 മണിക്കൂർ നമുക്കൊന്ന് കുതിർത്ത് എടുക്കാം. ഉണ്ടക്കറി തയ്യാറാക്കുന്നതിനായി പരിപ്പ് കുതിർത്തി എടുത്തു കഴിഞ്ഞു. ഇനി 2 വറ്റൽമുളക്, അല്പം കറിവേപ്പില, ഇതേപോലെ ഒരു കഷ്ണം കായം, ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി തരിതരിപ്പായി അരച്ചെടുക്കണം. നമ്മൾ ഇതേപോലെ ചെറിയ കഷ്ണങ്ങൾ പെരുങ്കായത്തിൻ്റെ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ക്യൂബ്സായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ൻ്റെ ഇതുപോലെ ക്യൂബ്സായിട്ടുള്ള കായം വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറിയൊക്കെ വയ്ക്കാൻ എളുപ്പമാണ്. മറ്റേത് പൊട്ടിച്ച് കഷ്ണമൊക്കെ ആക്കണം. ഇതേപോലെ വരും കേട്ടോ. ഇനി നമുക്കിതൊന്ന് മിക്സിയിൽ നന്നായി തരിതരിപ്പായി അരച്ച് ചെറിയ ഉരുളകളായി ഉരുട്ടിയെടുക്കുകയാണ് ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത്. പാനിലേക്ക് നമ്മൾ 250 മില്ലി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മളുടെ ഈ കറിക്ക് ആവശ്യമുള്ള മസാലകൾ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, സാമ്പാർ പൊടി ഇട്ട് കൊടുക്കുക, പുളിയും ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് നന്നായി ഒരു 5 മിനിറ്റ് പറ്റിയതിന് ശേഷം നമുക്കൊന്ന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ കറിക്ക് ആവശ്യമുള്ള ഉപ്പാണ് ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പരിപ്പിൽ നമ്മൾ പരിപ്പിനുള്ള ഉപ്പ് മാത്രമേ ഇടുന്നുള്ളൂ. അരച്ചെടുത്ത പരിപ്പാണ്. ഈ പരിപ്പ് അരയ്ക്കുമ്പോൾ ഒട്ടും ജലാംശം ഒന്നും ഇടാൻ പാടില്ല കേട്ടോ. സാധാരണ വടക്കരയ്ക്കുന്ന പോലെ, പരിപ്പ് വടക്കരയ്ക്കുന്ന പോലെ അരയ്ക്കുക. അതിനുശേഷം ഇതേപോലെ ഉരുളകളായി ഉരുട്ടി വയ്ക്കുക. ഇതേപോലെ ഉരുളകളായി ഉരുട്ടിയെടുക്കുക. തിളയ്ക്കുന്ന കറിയിലേക്ക് നമ്മൾ ഈ ഉരുട്ടി വെച്ച കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. അതിൽ കിടന്ന് വേണം ഇത് നന്നായി വേകുന്നത്. ഇതിൽ കിടക്കുമ്പോഴാണ് ഇത് നന്നായി വെന്തു വരുന്നത്. ഉണ്ടക്കറിക്ക് താളിപ്പൊന്ന് തയ്യാറാക്കാം. ആ കരണ്ടിയിൽ അല്പം നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കടുകും ജീരകവും ഇട്ട് കൊടുത്ത് ഫ്രൈ ആയി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് അല്പം കറിവേപ്പില ഇട്ട് കൊടുത്ത് തീ ഓഫ് ചെയ്യുക. നമ്മളുടെ ഉണ്ടക്കറി നന്നായി തിളച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടോ. ഒട്ടും കഷ്ണങ്ങളൊന്നും അലിഞ്ഞിട്ടില്ല. അതേപോലെ ഉണ്ട കഷ്ണങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ താളിപ്പ് നമ്മൾ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. രുചികരമായ ബ്രാഹ്മിൻസ് ട്രഡീഷണൽ ഉണ്ടക്കറി തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കുക. ചാനൽ കാണുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുകയാണ് കേട്ടോ. നിങ്ങളെ ഒന്നും കൂടി കാണിച്ചു തരാം. ഈ കറിക്ക് ആവശ്യമായ കൊഴുപ്പും ഇവിടെ ലഭിച്ചിട്ടുണ്ട്. ഇനി ഇരുന്നൊന്ന് കൊഴുക്കുകയും കൂടി ചെയ്യും. അപ്പോൾ എല്ലാവരും ഈ ഒരു വെറൈറ്റി കറി തയ്യാറാക്കി നോക്കുക. ചാനൽ കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്